കടലാമകളെ സംരക്ഷിക്കുന്നതിനുള്ള ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് സംവിധാനം നടപ്പിലാക്കാത്തത് മൂലം ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി അമേരിക്ക നിർത്തിവച്ചിട്ട് 5 വർഷം പിന്നിടുന്നു. ഇതേ കാരണത്താൽ ജപ്പാനും ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. കയറ്റുമതിയിലൂടെ ലഭിക്കേണ്ട കോടികൾ നഷ്ടമായിട്ടും ഇനിയും ടെറ്റ് സംവിധാനം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. സമുദ്ര ആവാസ വ്യവസ്ഥയിലെ പ്രധാന ഇനമാണ് കടലാമകൾ. ആരോഗ്യകരമായ കടൽ പുല്ലുകളും പവിഴപ്പുറ്റുകളും നിലനിർത്താനും മറ്റ് സമുദ്രജീവികൾക്ക് ആവാസ വ്യവസ്ഥകൾ നൽകാനും അവ സഹായിക്കുന്നു. കടലാമകൾ ഇല്ലാതെയാകുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കും. മത്സ്യബന്ധന വലയിൽ കുടുങ്ങി കടലാമകൾ നശിക്കുന്നത് തടയുന്നതിനു വേണ്ടിയാണ് ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് ടെഡ് എന്ന സംവിധാനം മത്സ്യബന്ധന വലയിൽ ഘടിപ്പിക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപേ നമ്മുടെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജീസ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തതാണ്. 1995 മുതൽ നമ്മൾ സുസ്ഥിര മത്സ്യബന്ധനത്തിന്റെ ഭാഗമായിട്ട്, സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ട് മത്സ്യബന്ധന ഉപകരണങ്ങളിൽ ഇതുപോലെയുള്ള ഉപകരണങ്ങൾ നമ്മൾ പരീക്ഷിച്ചു വരുന്നുണ്ട്. ടെഡ് പോലുള്ള ഉപകരണങ്ങൾ, അതായത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കപ്പെടാനും അതുപോലെ ചെറിയ മത്സ്യങ്ങൾ അകപ്പെടാതിരിക്കാനുള്ള പല വിധത്തിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ നമ്മൾ പരീക്ഷിച്ചു വരുന്നുണ്ട്. 95 മുതൽ CIFT ഇതിൽ റിസർച്ച് ചെയ്യുന്ന സ്ഥാപനമാണ്. അമേരിക്ക നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ തന്നെ ടെഡ് നടപ്പിലാക്കണം എന്ന നിബന്ധനയിൽ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ ഇറക്കുമതി 5 വർഷം മുൻപ് അമേരിക്ക നിർത്തിവച്ചു. പ്രധാന ചെമ്മീൻ ഇറക്കുമതി രാജ്യമായ അമേരിക്ക നിഷ്കർഷിക്കുന്ന നിലവാരത്തിൽ തന്നെ നമ്മുടെ ടെഡ് സംവിധാനം സജ്ജമാക്കുകയും അമേരിക്കൻ തീരങ്ങളിൽ അത് പരീക്ഷിച്ച് അംഗീകാരം നേടുകയും ചെയ്തു. എന്നാൽ കടലാമകളോടൊപ്പം വലിയ മീനുകൾ കൂടി രക്ഷപ്പെടും എന്ന കാരണം പറഞ്ഞാണ് ബോട്ടുടമകൾ ഈ സംവിധാനത്തെ എതിർക്കുന്നത്. മാത്രവുമല്ല, കേരള തീരങ്ങളിൽ കടലാമയുടെ സാന്നിധ്യം തീരെ കുറവുമാണെന്ന് ഇവർ പറയുന്നു. ടെഡിന്റെ കാര്യത്തിൽ നമുക്ക് ഇതുപോലുള്ള അണ്ടർ വാട്ടർ വിഷ്വൽസും അതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആർക്കും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമ്മളത് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് കവർ കോഡന്റും എല്ലാം ആൾട്ടർനേറ്റീവ് ഹോളും അങ്ങനെ പല പല മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ട് ക്യാച്ച് ലോസ് ഒന്നുമില്ലാന്ന് നമുക്ക് അത് ഗ്യാരണ്ടി ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ ചെയ്യും. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും പറ്റും. ഇന്ത്യയിൽ ഒറീസ തീരങ്ങളിലാണ് പ്രധാനമായും കടലാമകൾ കാണപ്പെടുന്നത്. എന്നാൽ ദേശീയ തലത്തിൽ തന്നെ ടെഡ് സംവിധാനം നിയമപരമായി നടപ്പിലാക്കണം എന്ന നിലപാടിലാണ് പ്രധാന ചെമ്മീൻ ഇറക്കുമതി രാജ്യമായ അമേരിക്ക. ടെഡ് സംവിധാനം നടപ്പിലാക്കാത്തതിനാൽ ചെമ്മീൻ ഇറക്കുമതി 5 വർഷമായി നിർത്തിവച്ചിരിക്കുകയാണ് അമേരിക്ക. 5 വർഷത്തിലധികമായി അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതി നിലച്ചിരിക്കുകയാണ്. ഇത് പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ അമേരിക്കൻ മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള ടെഡ് ടെക്നോളജി വലകൾ ഉപയോഗിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. കൊച്ചിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി റിസർച്ച് സെന്ററിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ ജോസഫ് മാർട്ടിനൊപ്പം സാം കടമനിട്ട.